കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി വിശേഷം നാളെ രാവിലെ ആയിരിക്കും കേട്ടോ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ രേവതിയുടെ സച്ചിയുടെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേങ്കിൽ ഇതിന് ശേഷം വരുന്ന ദിവസങ്ങളിലെ വിശേഷം അതാ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളെ കുറെ ആൾക്കാർക്ക് സംശയമുണ്ട്. അവർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഈ കഥ ആയിട്ടില്ലോ എന്നൊക്കെ. അപ്പൊ ഞാനതിന് ആദ്യം തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, വിശേഷം പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഈ വിശേഷം വരാൻ പോകുന്ന ദിവസത്തെയാണ്. അപ്പൊ അത് അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പറയുന്ന കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ രേവതി സച്ചിയുടെ ഇന്നത്തെ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കണേ സച്ചി ചന്ദ്രമതിയോട് ചോദിച്ചു, അല്ല ഇവരെന്താ പോകത്തെ, ഇവർക്ക് വീട്ടിൽ പോകാൻ പാടില്ല എന്ന് ചോദിക്കുകയാണ്. ശ്രുതിനെ ഉദ്ദേശിച്ചാണ് ചോദിച്ചേ. ആടിമാസമായിട്ട് ഇവരിവിടെ എന്തിനാ നിൽക്കണേ എന്ന് ചോദിക്കുക. ചന്ദ്രമതി പറഞ്ഞു, അല്ല അവളിവിടെ നിന്നാ എന്താ കുഴപ്പം? ഓഹോ, അപ്പൊ ശ്രുതിക്ക് ഇവിടെ നിൽക്കാല്ലേ, രേവതിക്ക് ഇവിടെ നിൽക്കാൻ പാടില്ലാത്തല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു, നീ എന്തിനാ അതൊക്കെ അറിയാൻ പോണേന്ന് ചോദിക്കും. ഓഹോ, അപ്പൊ ഞാൻ അറിയണ്ട, അമ്മയല്ലേ പാതിരാത്രിയില് ലക്ഷ്മി അമ്മേനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് രേവതിനെ വന്ന് കൂട്ടിക്കൊണ്ട് പോണെന്നൊക്കെ. എന്നിട്ടിപ്പോഴെന്താ ഇവിടെ ഇവനെ കൂടെ ഒരുമിച്ച് നിർത്തിയേക്കണമെന്ന് ചോദിക്കോ. ഇവർക്കപ്പൊ ആടിയൊന്നും ബാധകമല്ലേന്ന് ചോദിക്കോ, അതോ എനിക്ക് രേവതിക്ക് മാത്രമേ ആടി ബാധകമാകുള്ളൂ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ചന്ദ്രമതിയുടെ വായടഞ്ഞു. എന്തേലും പറയാൻ പറ്റുമോ? കാരണം ശ്രുതിയും കൂടെ ഒരുമിച്ചല്ലേ. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, പോട്ടടാ നീ വിട്ടുകളാ എന്റെ അച്ഛാ, ആരും വിട്ടുകളയേണ്ട കാര്യമുണ്ടോ? അതിന്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയാ. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, അതിന് ഇവളുടെ വീട് മലേഷ്യയിലല്ലേ, പിന്നെ ഇവൾ എങ്ങനെയാ പോണേ? ഓ, മലേഷ്യയിലായതുകൊണ്ട് പോകാൻ പറ്റില്ല. അന്ന് ഒരു കാര്യം ചെയ്യാം, ഇവള് നേരത്തെ താമസിച്ച വീടുണ്ടല്ലോ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ തന്നെ അങ്ങോട്ട്, അവളെ അവിടെ പറഞ്ഞു വിട്, അവൾ അവിടെ പോയി നിൽക്കട്ടെ എന്ന് പറയണം. ശ്രുതി പറഞ്ഞു, അതെ അതൊന്നും നടക്കുന്ന കാര്യമില്ല, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, ഇതേ എന്റെ കാര്യം എന്തിയാണെന്ന് എനിക്കറിയാന്ന് പറയണം എന്നും പറഞ്ഞിട്ട് ബാ ശ്രുതി എന്നും പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ചിട്ട് ശ്രുതി അങ്ങോട്ട് മുറിയിലേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് സച്ചി അങ്ങോട്ട് ഇടയ്ക്കിലേക്ക് അങ്ങ് കയറിയെന്നു. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ, അവിടെ നിൽക്കടാന്ന് പറയണം. അതെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മുറിയിലേക്ക് അങ്ങനെ പോകണ്ടെന്ന് പറയണം, മര്യാദയ്ക്ക് ഇവിടെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ പറയാം. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ദേ സച്ചി നീ മാറാൻ പറയണം. അങ്ങനെ ഞാൻ മാറുന്നില്ല, ദേ നിയമം എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. അതെ ഇവന് മാത്രമായിട്ട് ഒരു പ്രത്യേകത ഈ വീട്ടിലില്ലാന്ന് പറയാം. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ശ്രുതി മോളെ നീ ഒരു കാര്യം ചെയ്യ, നീ എന്റെ മുറിയിലേക്ക് പോരാൻ പറയണ. ശ്രുതി പറഞ്ഞു, അമ്മ എന്ത് വർത്താനാ പറയണേ? എടാ അവൾ എന്റെ മുറി വന്ന് കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ലെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു, അത് നല്ല കാര്യം. അപ്പൊ ശ്രുതി പറഞ്ഞു, അമ്മ അതെങ്ങനെ ശരിയാവും? എന്താടാ, അല്ല അച്ഛനപ്പം എവിടെ കിടക്കും? അച്ഛനെ സെറ്റിയിൽ എവിടെയും കിടന്നോളും, നീ അതോർത്ത് പേടിക്കണ്ടെന്ന് പറയാം. അമ്മേ അത് ശരിയാവില്ല എന്ന് പറയാണ്. എടാ മനുഷ്യനെ നാണം കെടുത്താന്നൊന്നും മിണ്ടായിരിക്കേ. മാ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെപ്പാടെ ചമ്മി നാണം കെട്ട് ശ്രുതി നിൽക്കുകയാണ്. എടാ നീ എന്താണ് നോക്കി നിൽക്കുന്നത്, കയറിപ്പോടാ നിന്റെ മുറിയിലേക്ക്. അവനാണെങ്കിൽ മറ്റേ മിഠായിക്കടയിലേക്ക് പിള്ളേർ വായ നോക്കി വെള്ളം ഇറക്കുന്ന പോലെ നോക്കി നിൽക്കോ, മുറിയിലേക്ക് കയറിപ്പോടാ എന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കുവാണ് ശ്രുതിനെ. ശ്രുതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാ. ഈ സമയത്ത് രവീന്ദ്രൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ലച്ചാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയിപ്പം ശ്രുതിയാണെങ്കിൽ വീട്ടിലേക്ക് പോകാതിരിക്കുന്നത് അവളുടെ വീടങ്ങ് മലേഷ്യയിലായതുകൊണ്ടാ, പക്ഷെ അമ്മയുടെ വീട് ഇവിടെ അടുത്താണല്ലോ, എന്നിട്ട് എന്താ അമ്മ വീട്ടിലേക്ക് പോകത്തെ? അമ്മയ്ക്ക് കുറച്ച് ദിവസം അമ്മയുടെ വീട്ടിൽ കൊണ്ട് നിർത്താൻ മേലായിരുന്നു അച്ഛനെന്ന് ചോദിക്കുക. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, എടാ നീ അല്ല ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമില്ലേ, എന്തിനാണ് ഇപ്പൊ അവളുടെ വീട്ടിൽ കൊണ്ടുവിടണേ? അല്ല അത്ര ദിവസമെങ്കിലും അച്ഛന് സമാധാനത്തോടെ ഇവിടെ കഴിയാലോ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞെന്ന് പറയാം. ഇതേ മിണ്ടാ, നീ എന്തിനും കഴിക്കാണ്ട് കഴിച്ചിട്ട് പോയി കിടക്കടാന്ന് പറയണം. സച്ചി പോയി കഴിഞ്ഞ് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉപ്പുമാവാ അത് കരിഞ്ഞിരിക്കുന്നത്, കഴിക്കാനേ തോന്നിയില്ല. ദേഷ്യപ്പെട്ട് സച്ചി മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാം. അവിടെ ചെന്നിട്ടോ ഒരു സമാധാനം കിട്ടിയില്ല. മുറിയിൽ ചെന്നപ്പോൾ എന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥ, രേവതി ഇല്ലാത്തതിൻ്റെ ആ ബുദ്ധിമുട്ട് സച്ചിക്ക് പെട്ടെന്നുണ്ടായി. പിന്നീട് സച്ചി ഇങ്ങനെ ഓർക്കുവാണ്, അവളെ ആദ്യമായിട്ട് കാണുന്നു, പിന്നീട് അവളുമായിട്ട് അടുത്തു ആ ഒരു നിമിഷങ്ങളൊക്കെ സച്ചിയുടെ മനസ്സിൽ കൂടെ കടന്നു പോയപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. മുറിയിലാണ് ഇരിക്കാനേ തോന്നില്ല. അവളുള്ളപ്പോൾ എന്തേലുമൊക്കെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവളുള്ളപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ട കാഴ്ച അറിയത്തില്ലെന്ന് പറഞ്ഞോണക്ക് രേവതി ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ലായിരുന്നു. ഒന്നുമല്ല നല്ല ഫുഡെങ്കിലും കിട്ടിയാണ്, ഇപ്പോഴാണ്ട കിടക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സച്ചി എന്ത് ഒരു പായും തലവണയൊക്കെ എടുത്തിട്ട് നേരെ ടെറസിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴത്തേനും ആണ്ട് അവിടെ ശ്രീകാന്ത് വന്നിരിക്കുന്നു. ആഹാ നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത്, ഫോൺ ചെയ്യാൻ വന്നാണോ എന്ന് ചോദിക്കുക. മുറിയിലൊന്നും റേഞ്ച് ഇല്ലെന്ന് ചോദിക്കും. അല്ല ഫോൺ ചെയ്യാൻ വന്നതല്ല, പിന്നെന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറയാ. ഈ സമയം ചോദിച്ചു, അല്ല സച്ചേണ്ട എന്തിനാ കയറി വന്നതെന്ന് ചോദിക്കാം. അല്ല ഞാൻ പിന്നെ അത് മുറിയിലിരുന്നിട്ടേ എനിക്കൊരു സുഖം തോന്നില്ലെന്ന് പറയണം. അതെന്താ? അല്ല അതെന്താന്ന് അറിയത്തില്ല. ഈ സമയം അവൻ പറഞ്ഞു, ശ്രുതിയല്ല സോറി ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് മനസ്സിലായി എന്താന്ന്, എന്താ രേവതി ചേച്ചി ഇല്ലാത്തോണ്ടല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല, പക്ഷെ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കും, ചിലപ്പോൾ അവളോട് ഉടക്കുണ്ടായിക്കൊണ്ടിരിക്കും. എന്നാലും രാത്രി കിടന്നുറങ്ങാൻ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു, കാരണം എത്ര വഴക്കുണ്ടാക്കിയാലും അവളവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഇപ്പോഴെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ആ മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ മൊത്തം ഒരു നിശബ്ദത,
മുറിയിൽ ഇരിക്കാൻ പോലും തോന്നുന്നില്ല എന്ന് പറയണം. എന്തിനാ പറയുന്ന ഇഷ്ടം എന്ന് പറയണേ? ശരിക്കും പറഞ്ഞ സച്ചേട്ടൻ ഇപ്പൊ രേവതി ചേച്ചിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. ഒന്ന് പോടാ അവിടുന്ന്. പിന്നെ ഇത് വെറുതെ കള്ളത്തരൊന്നും പറയണ്ട, എനിക്കറിയാന്ന് പറയണം. എനിക്കെന്തോ അവളോട് മിണ്ടാത്തോണ്ടൊരു വിഷമം. അല്ല, ഇത്രയും ദിവസം നമ്മളെ അടുത്ത് വർത്താനം പറഞ്ഞ് ഇരുന്നിട്ടേ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഒറ്റപ്പെട്ട പോലെ ഒരു തോന്നൽ വരുവാന്ന് പറയണം. ഈ സമയം ശ്രീകാന്ത് വല്ലാത്ത ടെൻഷനായിപ്പോയി. ശ്രീകാന്ത് വർഷയെക്കുറിച്ച് ഓർക്കുക. ഇത്രയും ദിവസം അവളും താനും സംസാരിച്ചുകൊണ്ടിരുന്ന പെട്ടെന്നൊരു ദിവസമാണ് സംസാരിക്കാതിരിക്കുന്നത്. അവൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അങ്ങനെ വർഷമായിട്ടുള്ള കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ ശ്രീകാന്തിന്റെ മനസ്സിൽ കൂടെ കടന്നു പോവാണ്. ഈ സമയം സച്ചിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഏട്ടന് ദേവശേഷിനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഞാനാ പിന്നെ അവളിപ്പോൾ കിടന്ന് ഉറയും കാണും, അവൾക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് ഒന്നും കാണത്തില്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സച്ചിയുടെ ഫോൺ ബില്ലടിക്കുക. നോക്കുമ്പോഴവളാ, ഓഹോ അവൾക്ക് 100 ആയുസാളുടെ ഇതേ രേവതിയെ വിളിക്കണേന്ന് പറയാം. ഭയങ്കര സന്തോഷമായി സച്ചിക്ക്. സച്ചി ഹലോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. അല്ല നീ ഉറങ്ങിയില്ലായിരുന്നു ചോദിക്കും. ഇല്ല ഉറങ്ങിയില്ല. സച്ചിയുടെ ഫുഡ് കഴിച്ചോ? ഇല്ല കഴിച്ചില്ല. അതെന്താ കഴിക്കാത്ത? കഴിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കരിഞ്ഞ് ഉപ്പാ ഉണ്ടാക്കി വെച്ചിരിക്കുക. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. നീ ഫുഡ് കഴിച്ചോ? ഞാൻ കഴിച്ചു. ചോറ് സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കൊതിയാവുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല ഇവിടുത്തെ ഫുഡിന്റെ കാര്യം ഓർക്കുമ്പോഴേ നിന്റെ കറിയുടെ ഒക്കെ ടേസ്റ്റ് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണേ. ഇത് കേട്ടത് രേവതി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നാളെ ഇങ്ങോട്ട് പോരെ, ഇവിടുന്ന് ഫുഡ് കഴിക്കാന്ന് പറയാം. നോക്കട്ടെ, സമയം കിട്ടിയാൽ വരാന്ന് പറയാണ്. പിന്നീട് ഓരോ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം ദേവു വന്നിട്ട് ചോദിച്ചു, ആരാ ചേച്ചി സംസാരിക്കണേ നിൽക്കണം? അത് സച്ചേട്ടനാന്ന് പറയാം. സംസാരിക്കാനും പറഞ്ഞുകൊണ്ട് രേവതിനെ ഒന്ന് കളിയാക്കിയിട്ട് അങ്ങോട്ട് പോവാണ് ദേവു. പിന്നീട് സച്ചി ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അല്ല ഞാനില്ലാത്തതുകൊണ്ട് നിനക്ക് വിഷമമുണ്ടോയെന്ന് ചോദിക്കാം. ഈ സമയം രേവതി ഒന്ന് ആലോചിച്ചു. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല എനിക്ക് മുറിയിലേക്ക് പോയി കിടക്കാനേ തോന്നില്ല. ഓ അതുകൊണ്ടായിരിക്കും ഇത്ര സമയം ഉറങ്ങാതിരുന്നല്ലേന്ന് ചോദിക്കുക. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ ശ്രീകാന്തിനോട് വർത്താനം പറഞ്ഞിട്ടിരിക്കുവാന്ന് പറയാം. ശ്രീകാന്തിനോടോ? ശ്രീകാന്തിന് മുറിയിലാണോ? അല്ല ടെറസേല. അപ്പൊ അവനും ടെറസേല? അതെ, അവനും ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് അവനും വന്നിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടും ഓരോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവനിപ്പൊ നിന്റെ കാര്യം പറഞ്ഞതോളെന്ന് പറയണം. പിന്നീട് ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കണം, വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം നേരം എടുത്തു കഴിഞ്ഞപ്പോൾ ശ്രുതി നേരെ വിമലയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. കാരണം അമ്മയ്ക്ക് തലകറങ്ങി വീണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ചെല്ലായിരിക്കുന്ന മോശമല്ലേ. അങ്ങനെ ചെന്ന് വിമലയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാ. അപ്പൊ കൂടെ ആദ്യമുണ്ട്. അങ്ങനെ അവര് 3 പേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് നിന്നു. അപ്പൊ അവരുടെ നമ്പർ വിളിച്ചു. അങ്ങനെ അമ്മേനെയും കൂടി ചെന്നപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. എല്ലാം ചോദിച്ചറിഞ്ഞ് പ്രഷറും കാര്യങ്ങളും എല്ലാം നോക്കി. പിന്നീട് പറഞ്ഞു, അതെ പ്രഷർ ഇപ്പോഴും ലോയാന്ന് പറയണം. ഒരു പക്ഷേങ്കിൽ അങ്ങ് തല ഇറങ്ങി വേണേ പ്രഷർ കുറവായതുകൊണ്ടായിരിക്കും. ഫുഡൊന്നും നേരെ ചുവ കഴിക്കുന്നില്ലല്ലേ വിമലേച്ചിന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ വിമല പറഞ്ഞു ഫുഡ് കഴിക്കുന്നുണ്ട്. ഇത് കേട്ടതും പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞ് ഫുഡ് നേരാമ്പളം കഴിക്കുന്നില്ല, ഷുഗർ ലോയാണ്, അതുകൊണ്ട് ഇനി എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു പക്ഷേങ്കിൽ ഇനി ഇങ്ങനെ പ്രഷർ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത അപകടത്തിലേക്ക് ചെന്ന് ചാടുള്ളൂ കേട്ടോ എന്ന് പറയണം. പിന്നീട് ശ്രുതിയോട് ചോദിച്ചു, അല്ല ഇപ്പോഴും ശ്രുതി എറണാകുളത്ത് തന്നെയാണെന്ന് ചോദിക്കുകയാണ്. കാരണം ഇവരെ അറിയാവുന്ന ഒരു ഡോക്ടറാണ്. എപ്പോഴും ഇടയ്ക്ക് എന്ത് അസുഖം വന്നാലും ഇങ്ങോട്ട് വരുന്നുണ്ട്, ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അതെ എറണാകുളത്തെ ഡോക്ടറെ അവിടെ ഒരു ബ്യൂട്ടി പാർലർ ഇട്ടിട്ടുണ്ടെന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്യും, ശ്രുതിക്ക് അമ്മേനെ കൂടെ കൊണ്ടായാലും എന്താ കുഴപ്പം? അമ്മേനെ അവിടെ നിർത്തുവാണെങ്കിൽ അമ്മയുടെ മേലെ എപ്പോഴും ഒരു നോട്ടം കിട്ടൂല്ലോ എന്ന് ചോദിക്കാം. അല്ലാതെ പിന്നെ ഡോക്ടർ ഞാൻ എന്ന് പറയുമ്പോഴത്തേനും പെട്ടെന്ന് വിമല കയറി പറഞ്ഞു, അതെ മറ്റൊന്നും കൊണ്ടല്ല, ഇവളെന്നെ കുറെ നാളായിട്ട് വിളിക്കുന്ന, പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് പോകാൻ ഇഷ്ടമില്ല, അവിടെ ഒന്നും പോയി താമസിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഡോക്ടർ എന്ന് പറയണം. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല എന്ന് പറയണം. ഈ സമയം ആദ്യം ചോദിച്ചു, അല്ല എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുമെന്ന് ചോദിക്കണം. അതെ മോന് ഇഞ്ചക്ഷൻ എടുക്കില്ല, പക്ഷെ കാര്യമുണ്ട്, എപ്പോഴും ചോക്ലേറ്റ് എന്ന് പല്ല് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഡോക്ടർ ആൻറ്റി ഇപ്പം ഇഞ്ചക്ഷൻ എടുക്കുമെന്ന് പറയാം ആദ്യോട്. ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞേ ഞാനങ്ങനെ ഒത്തിരി ചോക്ലേറ്റ് ഒന്നും കഴിക്കത്തില്ല ഡോക്ടർ എന്ന് പറയണം. അങ്ങനെ ആദ്യം ഇത് പറഞ്ഞു കേട്ടപ്പോൾ വിമലെ ശ്രുതിയും കൂടെ ചിരിക്കുവാണ്. പിന്നീട് പറഞ്ഞു, അതെ നല്ല കെയർഫുൾ ആയിരിക്കണം, പറഞ്ഞു കേട്ടല്ലോ, മരുന്നൊക്കെ നല്ല കൃത്യസമയത്ത് തന്നെ കഴിക്കണം. പിന്നീട് ഇനിയിപ്പോൾ ഇങ്ങനെ തലാർക്കം ഉണ്ടായാലും ഒന്നുകൂടെ വരണം, ഒരു ചക്കപ്പോട് നടത്തണമെന്ന് പറയാം. അങ്ങനെ അവരവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതിക്ക് ദേഷ്യം വന്നു. അമ്മ നേരാമണ്ണം ഫുഡ് കഴിക്കാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു നിൽക്കുക. അല്ല മോളെ ഞാൻ കഴിക്കുന്നുണ്ട്, പിന്നെ വെറുതെ പറയുമൊന്നും വേണ്ട, മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട്. അല്ല അമ്മയുടെ മനസ്സിൽ എന്താ, അമ്മയുടെ ചിന്ത എന്താന്ന് ചോദിക്കുക. എപ്പോഴും വന്ന് എനിക്ക് അടുത്തിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതെനിക്ക് അറിയാലോ മോളെ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കുക. പിന്നീട് ശ്രുതി വിമലയും കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. അതിനുശേഷം ഒരു കാര്യം ചെയ്യാം, ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കി വെക്കാം, വൈകുന്നേരത്തിനും കൂടെ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നുള്ളൂ എന്ന് പറയാണ്. വിമല പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഇതേ അമ്മ അവിടെ ഇരിക്കാനും പറഞ്ഞിട്ട് അടുക്കളയിൽ കയറി ഫുഡൊക്കെ ഉണ്ടാക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ആദ്യം പാലൊക്കെ ചൂടാക്കിക്കൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആദ്യം അല്ല ഈ ഇട രേവതി ആൻറ്റി വിളിക്കണില്ല, രേവതി ആൻറ്റി വിളിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പറയാം. ആ പേര് കേട്ട ശ്രുതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നതേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് ഈ എല്ലാവരെയും കാണുമ്പോൾ ആൻറ്റി എന്നുള്ള വിളിയുണ്ടല്ലോ, അത് ഇന്നത്തോടു കൂടി നിർത്തിയേക്കണം.
പിന്നെ അത് മാത്രമല്ല, ഇനി രേവതി വിളിച്ചാലും മിണ്ടാനോ സംസാരിക്കണോ പോണ്ട. ആര് വഴി വെച്ച് കണ്ടാൽ പോലും മിണ്ടണ്ട. അത് മാത്രമല്ല, എന്റെ പേര് ആരോട് നീ പറയാൻ വേണ്ട. എന്നെ വഴി വെച്ച് കണ്ടാൽ പോലും നീ സംസാരിക്കാൻ വന്നേക്കല്. പറഞ്ഞു കേട്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ ആന്റിയല്ല മേലാല്. നിന്നെ കാണാൻ വരത്തില്ല, നിന്നോട് മിണ്ടത്തുള്ളൂ എന്ന് പറയാം. ഇത് കേട്ട് ഇനിയിപ്പോൾ ആദിക്ക് വല്ലാത്ത വിഷമമായി. ആദ്യം സങ്കടപ്പെട്ട് വിമലേനെ നോക്കുവാണ്. വിമലയ്ക്കും ഭയങ്കര വിഷമമൊക്കെ ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.